നമസ്കാരം. എന്തുകൊണ്ടാണ് പല്ല് ചികിത്സിക്കുന്നവരെ ഡെന്റിസ്റ്റ് എന്നും മറ്റുള്ള അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്നവരെ ഫിസിഷ്യൻ എന്നും വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഡെൻ്റൽ സയൻസും മെഡിക്കൽ സയൻസും രണ്ട് വ്യത്യസ്ത ശാഖകളായി നിലകൊള്ളുന്നത്? എന്തുകൊണ്ടാണ് ഡെന്റിസ്റ്റിന് BDS ഡിഗ്രിയും ഫിസിഷ്യന് MBBS ഡിഗ്രിയും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ആദ്യത്തെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മെഡിക്കൽ സയൻസും ഡെൻ്റൽ സയൻസും രണ്ട് വ്യത്യസ്ത മേഖലകളെ ഫോക്കസ് ചെയ്താണ് പഠിക്കുന്നത്. മെഡിക്കൽ സയൻസ് തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള മനുഷ്യശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഡെൻ്റൽ സയൻസ് വായ, പല്ലുകൾ, മോണകൾ, താടിയെല്ല് തുടങ്ങിയ ഭാഗങ്ങളെ ഫോക്കസ് ചെയ്താണ് പഠിക്കുന്നത്. ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഹൈ സ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വാസ്റ്റ് ഏരിയയാണ്. വെറുതെ പല്ല് പറിക്കുക മാത്രമല്ല ഡെന്റിസ്റ്റുകൾ ചെയ്യുന്നത്. പല്ലുകളും മോണകളുമായി ബന്ധപ്പെട്ട വിവിധതരം ശസ്ത്രക്രിയകൾ, പ്രത്യേക ചികിത്സാ മേഖലകളായ ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, ഓറൽ പാത്തോളജി, ഇംപ്ലാന്റോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഡെന്റിസ്ട്രി. ഡെന്റിസ്ട്രിയെ MBBSൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ആ കോഴ്സ് പഠിച്ചു തീരാൻ കഴിയുകയില്ല. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കൂട്ടേണ്ടി വരും. അതല്ലെങ്കിൽ പൂർണ്ണമായ പരിശീലനം ലഭിക്കാത്ത ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. BDSൽ പല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ വളരെ വിശദമായി പഠിക്കുന്നുണ്ട്. എന്നാൽ MBBSൽ ശസ്ത്രക്രിയയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഡെൻ്റൽ സയൻസിൽ രോഗികളെ ചികിത്സിക്കാനും സർജറിക്കുമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ മെഡിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. ഇനി ഇതിന് ചരിത്രപരമായ ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. അത് വളരെ രസകരമാണ്. പണ്ട് കാലത്ത് പല്ല് പറിച്ചിരുന്നത് ബാർബർമാരും കരകൗശല തൊഴിലാളികളുമൊക്കെ ആയിരുന്നു. അതേസമയം ഫിസിഷ്യന്മാർ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ചികിത്സിച്ചിരുന്നു. കാലക്രമേണ ഡെൻ്റൽ സയൻസും മെഡിക്കൽ സയൻസും രണ്ട് ശാഖകളായി പരിണമിക്കാൻ ഇത് ഒരു കാരണമായി തീർന്നു. ഇതൊക്കെയാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 വർഷം മെഡിക്കൽ സ്റ്റുഡൻസും ഡെൻ്റൽ സ്റ്റുഡൻസും അനാട്ടമി, ഫിസിയോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി തുടങ്ങിയ പൊതുവായ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതരം അലർജി ചികിത്സകൾ, ക്യാൻസർ കെയർ, പ്രത്യേകിച്ച് ഓറൽ ക്യാൻസർ, പല്ലുകളും താടിയല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയകൾ തുടങ്ങിയവയുടെ സമയത്തൊക്കെ ഡെൻ്റൽ ഡോക്ടേഴ്സ് മെഡിക്കൽ ഡോക്ടേഴ്സുമായി ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. എന്തായാലും ഡെന്റിസ്റ്റുകളെ പറ്റി പൊതുവിൽ പറയുന്നത് ഒരേ സമയം അവർ ഡോക്ടേഴ്സാണ്, എൻജിനീയേഴ്സാണ്, അതുപോലെ ആർട്ടിസ്റ്റുകളുമാണ് എന്നുള്ളതാണ്.